Good evening to all. നമ്മുടെ സ്റ്റുഡൻറ് എംപവർമെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ചേലക്കര ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ 14ാമത്തെ വെബിനാർ സെഷനാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ വെബിനാർ റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ളത് അഭിരാമി മാഡമാണ്. അഭിരാമി മാഡത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വെബിനാർ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് HOD, അതുപോലെ തന്നെ മറ്റു ഡിപ്പാർട്ട്മെൻറ്റ് HODമാർ, അതുപോലെ തന്നെ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, മറ്റ് ഗവൺമെൻറ് ആൻഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ അധ്യാപകർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷൻ അഭിരാമി മാഡമാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ആക്ടിവിറ്റി സ്റ്റുഡൻറ്റ് എംപവർമെൻറ്റ് ആൻഡ് ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട HOD ഇൻചാർജ് സൈദ് സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു ഷൈൻ സാർ. സാർ സ്ക്രീൻ ഷെയർ ചെയ്യൂ. ഹലോ സാർ. പ്രസന്റേഷൻ മോഡിലാക്കാൻ പറ്റുമോ? സർ എക്സിറ്റ് ഫുൾ സ്ക്രീൻ കൊടുത്തിട്ട് പിന്നെ മോളിലുണ്ട് നോക്ക്, അവിടെ മോളിൽ ഫസ്റ്റ് ആദ്യമായിട്ടുള്ള ഓപ്ഷൻ അല്ല ഇപ്പോൾ സാറ് പോയില്ലേ, അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിൽ ടോപ്പിലുണ്ട് സ്ലൈഡ് ഷോൺ പറഞ്ഞിട്ട് ലെഫ്റ്റില് ഷെയറിന്റെ അടുത്ത ഓപ്ഷൻ. സാർ ഇപ്പൊ പോയല്ലേ കർസർ വെച്ചിട്ട്? സാർ ഇപ്പോൾ പോയില്ല, ആദ്യം പോയില്ലേ? ആ ഷെയറിന്റെ ഒരു ഓപ്ഷൻ വന്നല്ലേ, അതിന്റെ ലെഫ്റ്റ് സൈഡിലുണ്ട്. അതെ, അതന്നെ, അതിനെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ സാർ താഴത്തെ ടാബ് ഒന്ന് ഹൈഡ് ചെയ്യൂ. സാർ ഹൈഡിന് ക്ലിക്ക് ചെയ്താൽ അത് പോവും. ഓക്കെ സാർ. ഓക്കെ താങ്ക് യു അഭിരാമി മാഡം. warm good evening to all, and welcome to our initiation, student empowerment and training. And we are start doing this a series of webinars and hands-on workshops oriented on improving innovation ability or innovation interest of our diploma students. And definitely there is high probability to enhance the entrepreneurship interest among our students, and also the employability being a significant factor. By the sequence of programs we are trying to impart employability in our students also. On this sequence, this is the 14th webinar, and today we have a eminent guest, a special resource person, to share the insight on a special topic. So that becomes a significant point of today's session. And to introduce our resource person, I humbly welcome the coordinator of our program, Dr. Shine CS, please. താങ്ക് യു സാർ. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? Yes sir, you're audible. ഓക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ളത് അഭിരാമി മാഡമാണ്. മാഡം അസിസ്റ്റൻറ്റ് പ്രൊഫസർ സെലക്ഷൻ ഗ്രേഡ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ബനാരി അമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, സത്യമംഗലം, ഈറോഡാണ് വർക്ക് ചെയ്യുന്നത്.
മാഡം ഇപ്പോൾ PhD പെർസ്യൂ ചെയ്യുന്നുണ്ട്. നൂറുൽ ഇസ്ലാം സെൻറ്റർ ഫോർ ഹയർ സ്റ്റഡീസിലാണ് PhD പെർസ്യൂ ചെയ്യുന്നത്. മാഡത്തിൻ്റെ ME IT-യിലായിരുന്നു, അതുപോലെ തന്നെ BE IT-യിലായിരുന്നു. ടീച്ചറിന് 18 years ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളതാണ്. അവരുടെ ടീച്ചർ നിലവിൽ കുറേയധികം ജോബ് റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ സ്റ്റാർ സൈബർ സെക്യൂർ യൂസർ, അതുപോലെ തന്നെ എത്തിക്കൽ ഹാക്കിംഗ് സർട്ടിഫിക്കേഷൻ, സൈബർ സേഫ് ആൻഡ് എസെൻഷ്യൽ സൈബർ സെക്യൂരിറ്റി സ്കിൽസ്, ഇതിലെല്ലാം സർട്ടിഫിക്കേഷൻ ഉള്ളതാണ് ടീച്ചറിന്. ടീച്ചർ നിലവിൽ 17ഓളം ജേണൽ പബ്ലിക്കേഷൻസ്, ഇൻ്റർനാഷണൽ ജേണൽ പബ്ലിക്കേഷൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ 13ഓളം ബുക്ക് ചാപ്റ്റർ പബ്ലിക്കേഷൻസ് ഉണ്ട്. നിരവധി ഇൻ്റർനാഷണൽ ജേണലുകളിലെ എഡിറ്റോറിയൽ ബോർഡ് അംഗവും അതുപോലെ തന്നെ റിവ്യൂവറുമാണ് നിലവിൽ മാഡം. അതുപോലെ തന്നെ സ്റ്റാഫ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ FDP, ഇതിലെല്ലാം റിസോഴ്സ് പേഴ്സണായിട്ട് മാഡം വർക്ക് ചെയ്തിട്ടുണ്ട്. ടീച്ചറിൻ്റെ എക്സ്പീരിയൻസ്, അതായത് ടീച്ചർ ഇപ്പോൾ റിസർച്ച് ചെയ്യുന്ന ഏരിയനെക്കുറിച്ചും, അതുപോലെ തന്നെ നമ്മുടെ പോളിടെക്നിക് സ്റ്റുഡൻസിന് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ എങ്ങനെ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നിലവിൽ റിസർച്ചിൽ ട്രെൻഡ് എന്താണ്, പോളിടെക്നിക് സ്ട്രീം പഠിച്ചു കഴിഞ്ഞ് ഫൈനൽ ഇയർ സ്റ്റുഡൻസ് അവരുടെ ഡിപ്ലോമയ്ക്ക് ശേഷം അവർക്ക് ഡയറക്റ്റായിട്ട് ലാറ്റർ എൻട്രി വഴി BTech ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ BE ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് ഈ റിസർച്ച് സാധ്യതകൾ എന്തൊക്കെയുണ്ടെന്നും കറണ്ട് ട്രെൻഡ് എന്താണെന്നും അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു സെഷനാണ് ഇന്ന് ടീച്ചർ നമുക്ക് വേണ്ടി ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ ഏറെ ബഹുമാനത്തോടു കൂടി നമ്മുടെ ഈ ഒരു സെഷൻ, അതായത് റിസർച്ച് പ്രോജക്റ്റ് ആൻഡ് കറണ്ട് ട്രെൻഡ് എന്നുള്ള ഈ ഒരു സെഷനിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട അഭിരാമി ടീച്ചറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Thank you, Dr. Shain sir, for a great introduction. So very good morning to one and all present here. I'm privileged to thank Mr. Sajid sir, Head of the Department Mechanical Engineering, and Dr. Shain sir, Lecturer Mechanical Engineering, for giving me this opportunity. Yes, I'm from IT background and I've been given an opportunity to take something related to mechanical engineering. Yeah, I have tried my best. So let us get inside the session. So let me share my screen first. So one thing I want to ask the students is that let it be an interactive session. Normally, I used to take the session in that way, like I won't speak continuously. So there should be some interaction so that it will be useful for you guys also. And yeah, the session will also go in a good manner. Okay. So who all are in final years now? Can you put up your hands? Okay. What about third year students? Okay. Second years? Okay, great. Okay, fine. So let me share my screen. Hope my screen is visible if I'm not wrong. Can anyone confirm that? Yes, madam. Yes, madam. Okay, okay, great, fine. Fine. So let us get inside the session. So the topic given to me is research projects and current trends. So, okay. So first let us discuss like what the research project is about. Any clue on this? Anyone can tell me what does it means? Yes, guys. Anyone? Okay, fine. So hopefully everywhere the problems will be there, right?
in any domain, if we take, of course, the problem will be there everywhere. So, of course, for the current generation, putting a likes in the social media become the biggest problem. And the people who are not seeing the WhatsApp status is the next problem, if I'm not wrong. Yes or no? How many are having that problem? If somebody is not seeing my WhatsApp status, yeah, I'll get angry. No one? Yes or no? Yes, madam. Yeah, great. What about students? Yes, So, madam. okay, great. So all these are some of the problems that we are handling. So the same way in the industry also, in any type of industry, if it is a textile industry or a civil or it's mechanical or manufacturing industry or any type of industries, or in any domain, of course, some problem will be there, right? So how efficiently we are going to provide the solution for that, that comes under the research project. So for a same problem, many can give a solution, right? So many have been connected in this particular session. I guess 15 people are there in this particular session. So 15 members can provide a solution for that particular problem. Someone's outcome will be, or someone's result will be providing a better competitively, it is yielding a better outcome compared to the other solutions. So this is how the research project is about. So for a particular problem, we are going to identify a unique solution for that particular problem. So that should not affect the outcome we are getting, or it should be efficient. So in some manner, we have to prove ourselves, yeah, the solution we are providing is giving a better results. So that's what the research project is about. So for whenever we want to analyze the problem of a particular project, okay, so what we can do is that we can directly go to your faculty members and ask them to guide them, like, is any current problem has been available with you, and can I search for a solution for this particular problem? That is a direct way of doing it. And the second thing is that there are n number of technical papers that has been published by different set of authors. So I can go through some of the research. So in any domain, whatever problems has been there, so you can analyze that particular problem and identify the existing solution for that particular problem. And you can, while you are reading the technical contents of different papers that has been published, you'll understand, okay, somehow this particular solution has been better, and how we can able to improvise this particular solution. So that is what's been expected in the research project. So that is the second way of doing. Okay, so in some people, like ചിലർക്ക് ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് കുറച്ച് അങ്ങനെ കനവുകളൊക്കെ വരല്ലേ, you might be dreaming something, right? So in the dream itself, you can able, if you are thinking about some problem, suddenly you will get a solution for that. So that can also comes under research project. So these are the three ways in which you can identify a problem and you can provide a solution for that. So of course, when you go ahead with the research projects, the solution should be better compared to the existing one. Okay, so these are the areas we are going to look into. So the first one is automation, second is 3D printing, robotics, nanotechnology, computer engineering, IoT, artificial intelligence, cyber security. Any clue on these? Anyone is having any clue on this? No one is interested in any of the topics? So how many are interested in automation? So let us begin with automation. So how many are interested in automation? No one? None of the students? ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല ഓട്ടോമേഷനിൽ? Okay, fine. So can anyone define what is automation? ആരെങ്കിലും ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ ഓട്ടോമേഷൻ? ടീച്ചറെ, നമ്മൾ ഇൻഡസ്ട്രിയൽ പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ എഫേർട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെഷീൻസിനെയോ അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡിന് നമുക്ക് ഓട്ടോമേഷൻ എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. Okay, okay. Can students can give an example for this? Can any student can give an example for this? So you assume the things that has happened before 20 years, and currently you analyze the scenario that has been happening now in the manufacturing industry or any type of industry.
car manufacturing or any bigger factories, you can analyze the scenario before 20 years and what is happening now. So then you can understand the definition of automation. Yes. Okay, fine. I'll give a simple example of automation. So how many have visited Lulu Mall? ആരും വിസിറ്റ് ചെയ്തിട്ടില്ല? ലുലു മാൾ ട്രിവാൻഡ്രം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് അറിയാം അല്ലേ? ഓക്കെ, so this is our domain, so we know like yeah, shopping is our domain, so we can understand yeah what's happening in the outside world, right? Okay, so Lulu Mall പോണ സമയത്ത്, so when you are getting inside, is that automatically the doors are opening? Yes. Yeah, that's it. Yes, that's opening. So which is comfortable? Going there, and if the shutter type of door is there, then you are supposed to open that particular shutter, and then only you can able to get inside. If that type of technique is better, or when you are going there, the sensor will sense you and it is automatically opening the door, that will become better. The automatic door is better than the Okay, so other. you'll go for the second option. Why? You're so lazy? Man will reduce Your the voice is labor breaking, work, dear. something like that. Can you repeat? It will reduce the labor work, something like that. The manpower. Okay, so yeah, manpower will be reduced. Okay, great. Fine. So how many have visited an airport, Trivandrum Airport? No one has visited? Okay, even in the malls, the security check will be done, right? Everyone's bag will be checked. Yes? Yes or no? Yes, madam. Yes, madam. Yes. So while you're going there, like if suppose a person has been made to stand there and he is opening all the entire bag and he is checking, is that as efficient? Or if it is scanning through a particular machine and it is showing like yeah whatever is there inside the bag, if it is showing that, that will be a better option. Teacher, machine will Scan. be better. Okay, machine scanning will be better. Why it is so better? Easy and time It will consuming. Okay, reduce so time. it's not taking more time, right? So it is so efficient. Yes, and even one more thing is that yeah, we can analyze yeah whatever has been predicted by the machine has been correct, and manually we can ignore something also. Manually, if we have done that particular job, നമ്മുടെ ബാഗിന് ഒരു സിബിന് ഓപ്പൺ ചെയ്തിട്ട് മറ്റേ സിബിന് ഓപ്പൺ ചെയ്യാതെ നോക്കാതെ പോകും അല്ലേ? If it has been provided to a manual person, right? So that can be avoided in case of a machine scanning, right? Yes, so that is what the automation comes into picture. So everything whatever has been there, if it has been feasible, we can provide that into an automation mode. So these are the basic advantages that we'll get when we go for automation. So first one is that it will increase the productivity. Of course, when the production is higher, the production rate or the cost will get automatically reduced. And when the manual things have been there, sorry, your automated things are there, with the improvised technology, we can improve the quality of the particular product. And of course, the flexibility of doing things will be better. See, 24/7, a person can't work, right? But if it has been provided to the machine, 24/7, we can make the machine to work. So continuously, we can get the productivity also, right? And it will be more safer instead of a human. If you are replacing that with a machine, okay, of course, the accidental things, it's not going to affect the human also, right? So this is what the automation is about. And these are the different set of technology that is getting involved into automation. So first one is machine vision. What do you mean by this? What do you mean machine vision? Any clue on this? ടീച്ചറെ നമ്മുടെ ഈ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി മെഷീൻ ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഡയമെൻഷൻസോ അല്ലെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റോ എടുക്കാൻ പറ്റുന്നത് മെഷീൻ വിഷൻ. Correct. So it is one of the technology that will makes the equipment to understand what exactly a particular machine is doing,
and based on how a particular machine has been working, we can take many type of decisions, like visual inspections can be done, positioning of that particular equipment can be done, the measuring parts can be analyzed. All these scenarios can be done when a particular machine can understand what exactly a particular machine is going to do. Okay, so this is what machine vision is about. And what do you mean by this collaborative robots? Any clue on this? What do you mean by robots? Robots? ആരും രജനികാന്തിന്റെ മൂവി ഒന്നും കാണില്ല? Indiran? No one has seen? Yes. No one? Robots? It's not. എവിടെയും കണ്ടില്ല? Okay. ഓ, നല്ല പിള്ളേരാണ്. ഒക്കെ മൂവി ഒക്കെ കാണാൻ പോവാതെ പിള്ളേരാണ്. എന്തരൻ മൂവി കണ്ടില്ല? രജനികാന്തിന്റെ ആരും കണ്ടില്ല? കണ്ടിട്ടുണ്ട്. So what do you mean by robots? മനുഷ്യന്മാരുടെ വർക്ക് കുറയ്ക്കാനുള്ളതല്ല, അത്രയും മനുഷ്യന്മാര് ചെയ്യുന്ന എല്ലാ വർക്കും റോബോട്ട് ചെയ്യുന്നു. Okay, so we are installing something into the machine so that some work that has been handled by a human can be replaced with the help of that particular machine. So the machine is going to do that particular process. Am I right? Yes, yes, sir. Okay, so there is a concept of collaborative robots. Any clue on this collaborative robot? More than one robots act Yeah. on a particular task. Okay, so it's not about more than one robots actually. It is a collaboration between a robot and a human. See, at some moment of time, of course, the human and the robot are supposed to communicate or interact with each other to perform a particular task, right? So this is a collaboration is between a robot and a human. Okay, suppose for example, yeah, in Endiran also, like at some point of time, what they'll do is that they'll have an interaction. So suppose a particular robot is giving something, yeah, the human is going to get something. Okay, or when the battery has been getting lower, yeah, human is going to manually going to do something, or plugging on the particular switches and making the battery level higher. Okay, so this is a collaborative things between how human and a robot's interaction that we call as a collaborative robot. So these are some of the technology, of course, that has been needed to automate some things. The machine cannot do everything automatically, right? So there should be some interaction, or there should be some involvement of a human to make the particular machine to automate itself, right? So that is what collaborative robots is about. So any clue on artificial intelligence? Any clue on artificial intelligence? AI? ChatGPT. Okay, ChatGPT. Great. So you're using that frequently, it seems. Hi. Yeah. So artificially, we are making the machine to do the task. Okay. Suppose, for example, some decision making, some prediction based system. So we are making the system to understand some scenario, and the system is supposed to adapt to the things that has been currently happening, and it should take some decision based on the changes that has been happening in the current scenario. Okay, so we will be providing some input in case of a data sets for them to train. Okay, so they'll be trained with the help of a data set, and based on the data set, whatever input we are providing, so for that it is going to provide a specific output. That is what artificial intelligence is about. So artificially, a particular machine is going to work out like a human. Okay, so the next technology is about cognitive computing. So cognitive computing is, we can call this as a higher level of artificial intelligence. So here again the same thing, we are going to make a mimic of a particular computer system. So it's going to work like a human. So in this,
The AI technology, along with some neural networks, expert system, and the machine learning concepts are going to be combinedly utilized in this particular cognitive computing. This is out of focus for your domain, but there are some prediction based systems. So in that you can go ahead with utilizing this cognitive computing. Okay. So these are some of the projects that has been related to automation things. Okay, home automation using IoT, smart irrigation system. So these are somehow that has been expected for this current scenario, and you can work on any of those type of projects actually. Smart building using IoT, smart energy meter using GSM, solar and smart energy system, automatic solar tracker, GPS and GSM based tracking systems are there. Automated railway crossing, smart traffic lighting system. So these are some of the things that has been currently going on, and you can also take any of the topics and do as a third year or the final year projects. Okay, so we'll see one example over here now, and how a railway crossing can be done or automatically can be done. So how this particular project is going to work here is that, so we are going to have some sensors in the tracks. Okay, and so with the help of the particular sensor we are going to analyze the speed of a particular train. Okay, so if the speed is very high, or if suppose the speed is very high, and we can able to intimate to the closing of the gates, and immediately we can close the gate as the train is reaching that particular crossing board. So in this way, with the help of the sensors, we can do some of the automated content for crossing the railway. So you can visualize this. Autonomous railway crossing. Of unmanned railway gates. Through this project, you can automate the opening and closing of gates, depending upon the train arrival. You will also program the project to close the gates after a few seconds. In this course, you will build an autonomous railway. So one thing I want to tell you is that, see this SkyFi Labs, there are n number of projects they have demonstrated. So if you get time, you can go ahead with this particular labs and you can understand the different models they have made. So whatever the title I have provided in the previous slide, so for each and everything they have given a demo project. So based on that also you can work on any of the project. You can do some updation in that particular project, you can work out. So you can combine two modules together, and that you can submit that as a final year project or third year project also. Okay, so we will completely watch this. Depending upon the train arrival, you will also program the project to close the gates after a few seconds delay whenever a vehicle gets stuck in the track. As part of the course, you will learn about the different systems such as Arduino Uno board, servo motors, and IR sensors. The course also teaches you how to write programs on Arduino IDE and to control hardware through software. Okay, so we won't go for the coding parts and all. So this is one of the demo project, like so similar type of projects you can implement for your final year. Do you have any clue on what other type of projects can be done based on this particular automated system? One is railway crossing can be done. Any other things? Any guessing on any other type of projects can be done? ടീച്ചർ CNC മെഷീനിൽ നമ്മൾ ഈ മെഷീൻ ടൂള് വന്നിട്ട്, അതായത് നമ്മൾ കട്ടിംഗ് ടൂള് വന്നിട്ട് നമ്മുടെ വർക്ക് പീസിലോ അല്ലെങ്കിൽ നമ്മുടെ മെഷീനിലോ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. Predict ചെയ്യാം. Okay. Students, do you have any clue? Okay. With this is a base. Okay. Here they have been done a railway crossing system, right? Yes. If suppose in any of the track, near the track, if any firing has been happening, okay, so we can have a sensor to analyze the temperature of that particular area, and you can intimate to the railway that, yeah, of course a fire accident has been happening. You can stop the train before it is reaching that particular spot. So these are some type of scenarios you can implement. So for that also the same type of components that has been expected. Board has been needed. Yeah, of course, sensors are expected, and based on the temperature, you can work on this particular similar type of projects. Okay. In this course. So the next content is about the 3D printer. Any clue on this 3D printer? How a 3D printer works? And which are the applications we can make with the help of 3D printer?
Okay, so let me explain how a 3D printer works actually. So, 3D printer, even we can call this as an additive manufacturing. So what actually will happen is that to model the component, the person is supposed to have a knowledge about the CAD software. So he'll be modeling the particular component, whatever we need with the help of a CAD software. What is the full form for CAD? Anyone? Teacher, computer aided design. Okay, sir, full ആയിട്ട് സ്റ്റുഡന്റ് റെപ്രസെന്റ് ചെയ്യണല്ലേ? ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് സ്റ്റുഡൻസിന്റെ ഇരുന്നാണ്. അല്ല ടീച്ചറിന്റെ ഇംഗ്ലീഷ് ഒക്കെ കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് പിള്ളേർക്കൊക്കെ മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. അതാണ് അവർ അയ്യോ, മിണ്ടാതിരിക്കുന്നത്. എന്റെ മലയാളം അത്ര ബാഡ് ആണ്, അതുകൊണ്ടാണ് പ്രശ്നം. ഓക്കെ, okay, so the full form for CAD is computer aided design software actually. So നമ്മൾ എന്താ ചെയ്യാൻ പോണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യണ കാര്യമാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് മോഡൽ ചെയ്യണം. ഏത് ഔട്ട്പുട്ട് ആണ് നമുക്ക് എക്സ്പെക്ടഡ്, അതിന്റെ മോഡൽ നമുക്ക് ചെയ്യണം വിത്ത് ഹെൽപ്പ് ഓഫ് എ CAD സോഫ്റ്റ്വെയർ. അതിന് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ട്രയാങ്കുലർ ലാംഗ്വേജ് വെച്ചിട്ട് ആ ഒബ്ജക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യണം. ലെയർ ബൈ ലെയർ ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യണം. ആ ലേയേഴ്സ് ആണ് നമുക്ക് പ്രിന്റ് ചെയ്തിട്ട് ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് 3D printing is about. So we'll see an example. സോ നമ്മൾ ചെറിയ ചെറിയ പാർട്സ് ഒക്കെ നമ്മൾ മോഡൽ ചെയ്ത് എടുത്തു. അപ്പൊ ഇപ്പൊ നമുക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു. സോ ഇതിന് നമുക്ക് ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ എടുക്കാൻ വേണ്ടിയത് CAD സോഫ്റ്റ്വെയർ വി ഷുഡ് നോ. ഓക്കെ, പിന്നെ ആ മോഡലിക്ക് വേണ്ടിയ മെഷർമെന്റ്സ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് we can give the input and we can get that particular printed content like this. If you are looking for some unique and interesting 3D printing models, check the link in the description to my. Okay, so the earlier one was 3D printing. Now the next level of development has been done. ഇത് 4D printer ആണ്. So first let me tell the difference between a 3D printer and a 4D printer. Yeah, of course it is 3-dimensional printing and it is 4-dimensional printing. So what makes a difference is that in 3D printer a 3D object a 3D model based object will be generated as an output, but in case of 4D printer one more dimension we are providing. So the dimension is nothing but based on the transformation of suppose for example heat അനുസരിച്ചിട്ട് നമ്മൾ ഒബ്ജക്റ്റിന്റെ ഷേപ്പ് ഒക്കെ ചേഞ്ച് ആവും. അല്ലെങ്കിൽ നമ്മൾ എക്സ്പോഷർ എയർ സ്പേസ് എന്തെങ്കിലും അനുസരിച്ചിട്ട് നമ്മൾ ഷേപ്പ് ഓഫ് ദ 3D മോഡൽ ഇസ് ഗെറ്റിംഗ് ചേഞ്ച്ഡ്. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് 4D പ്രിന്റർ ഇസ് അബൌട്ട്. സോ നമ്മൾ ഇത് നോക്കുന്ന സമയത്ത് കുട്ടികൾക്ക് മനസ്സിലാവും. സോ ഇപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നുണ്ട്. സോ ഒബ്ജക്റ്റ് നമ്മുടെ 3D മോഡൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഷ്രിങ്ക് ആവുന്നുണ്ട്. ഇതാണ് 4th ഡയമെൻഷൻ. അപ്പൊ നമുക്ക് ഇപ്പോഴ് ടെമ്പറേച്ചർ ഡിക്രീസ് ആവുന്ന സമയത്ത് ഒബ്ജക്റ്റ് ഒക്കെ വലിയതാണ്, ഒറിജിനൽ ഷേപ്പ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് 4D പ്രിന്റർ. സോ നമ്മൾ എന്തെങ്കിലും ഒരു മോഡൽ എടുത്തിട്ട് നമുക്ക് ഇങ്ങനത്തെ ഉള്ള ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കണ്ടന്റ് ആണെങ്കിൽ നാനോ ടെക്നോളജി ആണ്. എനി ക്ലൂ, എനി ഗെസ്സിംഗ് ഓൺ നാനോ ടെക്നോളജി? എനി ക്ലൂ? നമ്മുടെ ചിപ്സ് ഫോണിലെ ചിപ്പ് ഒക്കെ ഇല്ലേ, ബോർഡിലെ കമ്പ്യൂട്ടർ ബോർഡിലൊക്കെ ചിപ്പ് ഒക്കെ. കമ്പ്യൂട്ടർ മോഡിൽ വരുന്ന ചിപ്സ്, വേറെ എന്തൊക്കെയൊക്കെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്? മെഡിക്കൽ ഫീൽഡിൽ എവിടെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ടീച്ചർ നാനോ റോബോട്ടുകളുണ്ട്. നാനോ റോബോട്ടുകളുണ്ട്. അപ്പൊ നാനോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ചെറിയ, അതായത് സ്മോൾ, ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള
context wala. നമ്മൾ ആദ്യം വലിയ ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ കാണുന്ന സമയത്ത് ആദ്യത്തുള്ള കമ്പ്യൂട്ടേഴ്സ് വലിയ സൈസ് ആയിട്ട് ഇരുന്നത്. ഇപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മൊബൈലിൽ കാണുന്നുണ്ട്. പക്ഷെ ദ സെയിം തിങ്സ് ആർ ടു ബി റീപ്ലേസ്ഡ് വിത്ത് smaller components so that we can able to do the same operation in the mobile phone also, right? The operation is same. വലിയ കമ്പ്യൂട്ടർ ആണെങ്കിലും ദ ഓപ്പറേഷൻ സെയിം ആണ്. നമ്മൾ ഒരു ചെറിയ മൊബൈലിൽ കാണുന്ന സമയത്ത് ദ ഓപ്പറേഷൻസ് ആർ ദ സെയിം. ബട്ട് in the mobile devices, the components or the chips, whatever we are doing it, are been worked out at the nano level. Means like നല്ല ചെറിയതായിട്ടുള്ള നമ്മള് ലെവലിൽ പോയിട്ടാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതാണ് നാനോ ടെക്നോളജി. ഓക്കെ, nanotechnology is like exploring a whole new universe at the microscope. Nanotechnology is like exploring a whole new universe at the microscopic level. It involves working with materials and structures that are on the scale of nanometers. That's 1/1000th of a meter. In nanotechnology, we manipulate and engineer materials at this ultra-small scale, unlocking unique properties and capabilities that can revolutionize various industries, including mechanical engineering. Imagine having materials that are incredibly strong and lightweight, or surfaces that repel water and dirt without any coatings. Nanotechnology makes these possibilities a reality. One remarkable application of nanotechnology is in nanomaterials. These are materials with structures and properties that emerge at the nanoscale. For example, carbon nanotubes are incredibly strong and conductive, making them ideal for various mechanical and electronic applications. Another game changer is nanofabrication. This involves creating structures and devices at the nanoscale. Think of it as building intricate structures like tiny skyscrapers using nanometer-sized bricks. One exciting development in nanotechnology is self-assembly. This is when nanoscale components come together and organize themselves into specific patterns without human intervention. Nanotechnology is opening doors to smart nanodevices. These devices can sense and respond to their environment at the nanoscale, making them useful for applications like targeted drug delivery in medicine. In mechanical engineering, nanotechnology is enhancing materials' properties, creating more efficient lubricants, and even improving the efficiency of energy conversion. Nanotechnology is like exploring a whole new universe at the microscope, like targeted drug delivery in medicine. In mechanical engineering, nanotechnology is enhancing materials' properties, creating more efficient lubricants, and even improving the efficiency of energy conversion devices. okay. So most probably you would have understood what nanotechnology comes into picture in mechanical engineering. Okay. So one example I can give you is that you would have seen an ad of paints. Paint in the ad കാണുന്ന സമയത്ത് പറയുമല്ലേ, നമ്മളിപ്പോ ഹൗസിന് ഒരു റെയിൻകോട്ട് ഇട്ടിട്ടുണ്ട് എന്തോ പറയും. അത് തമിഴില് വേറെ ആയിട്ട് കാണും, മലയാളത്തിൽ വേറെ ആയിട്ട് കാണും. പക്ഷെ ഐ എം നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ ഡിഫറൻസ്. സോ നമ്മളെ ഒരു നാനോ പാർട്ടിക്കിളിൽ പോയിട്ട് നമ്മൾ വർക്ക്ഔട്ട് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ബെറ്റർ റിസൾട്ട് നമുക്ക് ഒவ்வொരു മെറ്റീരിയൽ നമുക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നാനോ ടെക്നോളജി. ഓക്കെ, സോ ഇതിനനുസരിച്ചിട്ട് കുറെ സെൻസേഴ്സ് ഉണ്ട്, കുറെ നമ്മള് പാർട്ടിക്കിളിന്റെ മോളിക്കുലർ വേരിയേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ നാനോ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും പുതിയ മെറ്റീരിയൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, suppose for example if it is happening in a car manufacturing or something like that. Okay, so ആദ്യത്തുള്ള പെയിന്റ്സും ഇപ്പോൾ ഉള്ള പെയിന്റ്സും കുറേ ഡിഫറൻസ് ഉണ്ട്. Okay, so how it is making it better is that they have worked on the nanomaterial, nanoparticles of that particular components, and so improvising the property of each and every components to give a better results. So that is what nanotechnology is about. So then comes the IoT. So everywhere now we are hearing like IoT, right? Internet of Things. Any clue on this? What do you mean by IoT? Okay, so let me define what exactly IoT is. IoT is nothing but
the connection of different components. അത് ഒരു സെൻസർ ആയിട്ടിരിക്കാം, ഒരു കമ്പ്യൂട്ടർ ആയിട്ടിരിക്കാം, ഒരു നമ്മൾ ഒരു ഫാക്ടറിയിലോ ഒരു കമ്പനിയിലുള്ള ഒരു മെഷീൻ ആയിട്ടിരിക്കാം. അത്ര കോമ്പണൻസ് നമ്മൾ കണക്ട് ചെയ്തിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഇന്റർനെറ്റ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വിഷയമാണ് IoT. നമ്മളിപ്പോ എക്സാമ്പിൾ ആണെങ്കിലും നമ്മൾ ഓഫീസിൽ പോയിട്ട് മൊബൈലിന് വെച്ചിട്ട് വീട്ടിലുള്ള ഫാന്, ലൈറ്റ്സ്, ഫ്രിഡ്ജ് ഒക്കെ ഓഫ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഉള്ള ഓപ്ഷൻസ് ഒക്കെ ഇപ്പോ വന്നിട്ടുണ്ട് അല്ലെ. സോ അതാണ് IoTന്റെ അപ്ലിക്കേഷൻ. നമ്മൾ കുറെ ഇപ്പൊ സപ്പോസ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എടുത്താൽ അതില് എങ്ങനെയാണ് IoT വർക്ക് ആണെന്നുണ്ടെങ്കിൽ കുറെ ഫീൽഡ് ഉണ്ട്. നമ്മൾ ഈ വീഡിയോനെ കണ്ടിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. Manufacturing processes. Predicts the malfunctions. Machinery damage and downtimes are very crucial at manufacturing houses. Besides damaging the revenue, they might also endanger human workers in some cases. IoT devices have different types of sensors that monitor the temperature, vibration, voltage, currents, etc. With the help of these sensors, workers can get warning signs of any predicted malfunctions. Implements operational intelligence. The future of manufacturing floor will have autonomous machinery take over time-consuming and heavy human labor works. By connecting machines with each other, manufacturers can generate intelligent networks that communicate and coordinate with each other autonomously with little or no human intervention. Smart packaging. For manufacturers, smart packaging offers innovative IoT advantages. IoT system will provide data on consumer reactions to the product. Both of these inputs can be evaluated later to find and fix quality problems. Okay. So ഇതാണ് IoTന്റെ അപ്ലിക്കേഷൻസ്. അപ്പോ so when we have IoT, suppose for example ഇപ്പൊ മാനുഫാക്ചറിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറെ നമുക്ക് സെൻസേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. വൺ ബെസ്റ്റ് എക്സാമ്പിൾ ഈ വീഡിയോയിൽ നമ്മൾ വാട്ട് വി ഹാവ് വിഷ്വലൈസ്ഡ് ഇസ് ദാറ്റ് we can avoid accidents with the help of the IoT technology by sensing the temperature of a particular location or a particular component. Okay, and immediately we are providing that particular information through the internet, and an alert symbol can be provided to the manufacturing unit so that the accidents can be avoided. So IoT will be used in many set of application. By improvising the production, we can able to improvise by identifying the fault in the product that has been manufactured in a particular factory. Okay, so this is basically we are connecting n number of devices together, and with the help of internet they are communicating with each other and giving a better outcome. So that is what IoT comes into picture. Then comes your CAD. It's not necessary like always you want to do a research project finding a solution in a different set of technology that has been there. You can even design a particular suppose for example we have some set of car that has been manufactured. You can design a better you can have a better design of a particular car with more facilities. So all these scenarios can be designed with the help of CAD. Okay, so that can also be even the presentation and designing of a particular content can also comes into picture. That is also a heavy module. So without a design we can't able to produce or develop anything, right? So design is one of the base for any type of manufacturing component we are going to make it. So design is also one of the important task or important content that has been needed for us. So you can able to work on this particular CAD to improvise your in any model that has been already been there, and you can show an improvised model with the help of this particular CAD. Okay, so how it has been designed with the help of this we can see this. Adding some feet down here, adding a body, and then we can smart scale this. So this is the main body here of the creeper. Oops. And then we grab that one. And then we bring it like this. Add another cube over here. And we're starting to get a creeper shape. Hopefully you're getting the picture there.
All right, so this isn't the only type of shape that you'll make. You might also later on make some more complicated shapes. So for example, in computer-aided design, you might make, so for example, this is a tire that was made for one of our robots. And I'll try to get a picture in the lesson later, but you can see this is a tire design. So the computer, right, the software helps us make a design. This would be very hard to design by hand. Computer-aided design allows us to make complicated shapes that we don't have to draw by hand. Throughout history, people designed things by hand. So like the old chariots in Rome, or the aqueducts that you might see, those big kind of bridge-looking things that would carry water. So very old things, these things were designed by hand. And even up until recently, things were designed by hand. So I believe like somewhat new aircraft, the P-51 Mustang, for example, in World War II, that was drawn by hand. But now modern aircraft, those are designed with CAD. We could make a... Okay. So the next content is about AI in mechanical engineering. So these are, see, basically why we'll use artificial intelligence initially is that it's a prediction based system actually. So we can predict, suppose for example, if it is a manufacturing industry, first one comes into picture is that the profit. Okay. So with the help of the data that has been like how many products has been sold in this particular month, or how many the content has been manufactured. So what are the set of that is raw material we have got received. So based on this, we can able to analyze the statistics. That is like we can able to predict how much the profit will be. Okay, so that is point number one. Okay, and the second thing is that so based on the prediction we have made, we can able to plan accordingly for the next slot of things how the manufacturing can be done. Okay, and the second thing is that we can able to analyze the scenarios and the condition of the machines, how the machine are working now. The speed of the machine can be analyzed, and the spare parts of the machine can be analyzed, and giving that as input, we can able to understand whether the maintenance are supposed to be done, or after some time we can able to do the maintenance. The systems are working properly, so no need to make the maintenance now. So these type of scenarios can be analyzed with the help of AI. And if suppose for example we have been given a raw material, so these are the set of raw materials we have provided, and for this particular raw material what will be the expected the end product, whether the product that we will be getting will be in a proper shape, or with a proper efficient property will be there for the particular product. So these scenarios can be analyzed with the help of AI. So for the prediction based system, so we can go ahead with using artificial intelligence. Okay. So the next type of domain you can have some work on, this is cybersecurity. So any clue on what is cybersecurity? Any clue on this? What is cybersecurity and why we are bringing cybersecurity into mechanical engineering? Anyone? ടീച്ചർ, സൈബർ സെക്യൂരിറ്റി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മുടെ മെഷീനിൽ ഉപയോഗിക്കുന്ന ഡാറ്റാസോ അല്ലെങ്കിൽ നമ്മുടെ റോബോട്ട്സുകളിൽ നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് മറ്റെവിടേക്കെങ്കിലും അത് മിസ്സായി പോവുകയോ അല്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും ഹാക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുക എന്നത് സൈബർ സെക്യൂരിറ്റിയിൽ വരുമെന്ന് തോന്നുന്നു. Okay, great sir. Okay, so any clue on students? So any students have heard of any of the cyber attacks? Any students have any clue on cyber attacks? നമ്മുടെ മൊബൈൽ ഉപയോഗിക്കണല്ലേ ഇപ്പൊക്കെ എന്താ മറ്റേ ഈ AI ക്യാമറയുടെ കുറെ തട്ടിപ്പില്ലേ, AI ക്യാമറയുടെ ലിങ്ക് വെച്ചിട്ട് തട്ടിപ്പ് നടത്തുന്നില്ലേ, പൈസ തട്ടിപ്പ് നടത്തുന്നില്ലേ? ഓക്കെ, വേറെ എന്തെങ്കിലും അറ്റാക്സ്? ആരുടെ മൊബൈലിലെല്ലാം പാസ്വേഡ് ഉണ്ട് ഓർ പാറ്റേൺ? എല്ലാവരുടെ മൊബൈലുണ്ടല്ലേ? എന്തിലാ പാസ്വേഡ് ഒക്കെ വെക്കുന്നുണ്ട്? അത്ര സീക്രട്ട് ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടോ മൊബൈലില്? വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനെയല്ല, നമ്മൾ വെറുതെ വെക്കണല്ലേ. എത്ര വെറുതെ വെക്കണം. അവർക്ക് മനസ്സിലാവുമല്ലോ
എത്ര പാസ്വേഡ് വെച്ചാലും സൈബർ സെക്യൂരിറ്റിക്ക് മനസ്സിലാവില്ല, സൈബർ സെൽസിന് മനസ്സിലാവത്തില്ല. അപ്പൊ ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളിത് വെക്കണം. ഓക്കെ, വേറെന്താ സെക്യൂരിറ്റി ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ മൊബൈലില്? വേറെന്താ ഓപ്ഷൻസ് ഇല്ല. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ ഈ നമ്മള് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ എങ്ങനെയാ നമ്മള് സൈബർ സെക്യൂരിറ്റി യൂസ് ചെയ്യാൻ പോകണം, അതാണ് വി ആർ ഗോയിങ് ടു സീ നൗ. ഓക്കെ, സോ നമ്മുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഡേറ്റ കാണോ? ഇസ് ദാറ്റ് ഡേറ്റ വിൽ ബി ദെയർ ഇൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി? കാണുമല്ലേ? നമ്മുടെ മെഷീൻസിന്റെ ഇൻഫർമേഷൻസ് കാണും, പിന്നെ നമ്മളെ എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണും. സോ അപ്പൊ അതിനൊക്കെ ഒരു സേഫ് ആയിട്ട് വെക്കണ്ടേ? ഓക്കെ, സോ അതിലാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി വർക്ക് ആകാൻ പോണ്. ഓക്കെ, സോ പോയിന്റ് നമ്പർ 1 is നമ്മൾ ഡേറ്റ ആണ് സേഫ് ആയിട്ട് വെക്കണം. പിന്നെ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡേറ്റ അങ്ങനെ പ്ലെയിൻ ആയിട്ട് പോകണം. നിങ്ങൾ എന്താ ടൈപ്പ് ചെയ്യണോ ആ ഡേറ്റ അങ്ങനെ തന്നെ പോകുന്നുണ്ടോ, ആ എന്തെങ്കിലും പ്രോസസ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ട് പോകുന്നുണ്ടോ ഡേറ്റ? വാട്സ്ആപ്പ് മെസ്സേജ് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് അല്ലേ? ഓക്കെ, എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉണ്ട്. എൻക്രിപ്ഷൻ ആണെങ്കിൽ എന്താ? എൻക്രിപ്ഷൻ ആണെങ്കിൽ എന്താണ്? നമുക്ക് ആ മെസ്സേജ് അങ്ങനെ തന്നെ പോകുന്നുണ്ടല്ലോ, അങ്ങനെ തന്നെ പോകത്തില്ലേ? മെസ്സേജസ് നമ്മൾ അയക്കുന്ന മെസ്സേജ് അങ്ങനെ തന്നെ പോകത്തില്ലേ? ഓക്കെ, അങ്ങനെ പോകത്തില്ല. അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു ഫോർമാറ്റില് കൺവേർട്ട് ചെയ്തിട്ടാണ് പോണേ. എന്തിനാ നമ്മൾ അങ്ങനെ സെൻഡ് ചെയ്യുന്നത്? സെക്യൂരിറ്റി ബേസിംഗ് ആണോ? ഓക്കെ, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ അനുപ്പുന്ന മെസ്സേജ് നമ്മൾ മിഡിലിൽ ആരെങ്കിലും നമുക്ക് ആ മെസ്സേജിനെ എടുത്താലും മനസ്സിലാക്കാവുന്ന രീതിയിലാണ് നമ്മൾ സെൻഡ് ചെയ്യാൻ പോണത്. ഓക്കെ, so അതാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. So what message we are going to get it, we are going to convert into some format and we are going to forward that particular message. Okay, so that is what encryption is. Okay, so ഇത് എൻക്രിപ്ഷൻ ആണെങ്കിൽ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റിന്റെ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Any guessing on what is confidentiality? Confidentiality വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജസ് ആണെങ്കിൽ ഇപ്പൊ കമ്പനി ഇൻഫർമേഷൻസ് ഒക്കെ ഉള്ള മെസ്സേജസ് അങ്ങനത്തെ. ഓക്കെ, ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് ആണെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ആർക്ക് സെൻഡ് ചെയ്യണോ ആൾ മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റാൻ പാടുണ്ട്. Okay, is that about end to end description, madam? Yeah, it is about end to end encryption. So why we are going for this particular encryption is that to achieve confidentiality. Means like നമ്മൾ എയിലിരുന്ന് ബിക്ക് സെൻഡ് ചെയ്യുന്ന മെസ്സേജ് മിഡിലിൽ ആർക്കാണെങ്കിലും ആ മെസ്സേജ് കിട്ടിയാൽ they are not supposed to understand that particular content. So the message is intended only to B, so B should only understand that particular message. So that is what confidential is about. Okay, to ensure confidentiality നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എൻക്രിപ്ഷൻ. ഓക്കെ, സോ നമ്മളിപ്പോ നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഡേറ്റാസുമേ നമ്മൾക്ക് എൻക്രിപ്റ്റഡ് ആയിട്ട് നമ്മൾ ഒരു സേഫ് ആയിട്ട് വെക്കണം. അതാണ് നമ്മളെ ഇന്റൻഷൻ. ഓക്കെ, ആരെങ്കിലും റാൻസം വെയർ അറ്റാക്ക് എന്നൊരു അറ്റാക്ക് you heard of a ransomware attack? നമ്മൾ കോവിഡിന്റെ സമയത്ത് ഏറ്റവും ഒരു സ്ട്രോങ് ആയിട്ടുള്ള അറ്റാക്ക് വന്നതാണ് റാൻസം വെയർ. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ റാൻസം വെയർ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു അറ്റാക്ക്? ഓക്കെ, ഇപ്പൊ നമ്മളെ കയ്യില് ഒരു മൊബൈൽ ഉണ്ട്. ഓക്കെ, മൊബൈലിൽ കുറെ ഡേറ്റാസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് ഒരു ദിവസം നമ്മള് മൊബൈലിന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എല്ലാ ഡേറ്റാസും എന്തൊക്കെയോ ഒരു ഫോർമാറ്റിൽ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് ഒരു മെസ്സേജ് പോലും നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഹൗ യു വിൽ റിയാക്ട്? നമ്മൾ എങ്ങനെയാ റിയാക്ട് ചെയ്യാൻ പോണ്? പേടിക്കും. ഓക്കെ, പിന്നെന്താ ചെയ്യും? നമുക്ക് ആ ഡേറ്റ റിട്രീവ് ചെയ്യണ്ടേ? നമുക്ക് വേണ്ടിയ ആവശ്യമായിട്ടുള്ള ഒരു ഡേറ്റ ആണ് കേട്ടോ. നമ്മളെ ഫ്രണ്ട് സെൻഡ് ചെയ്ത വാട്സപ്പ് മെസ്സേജ് അല്ല, പക്ഷെ നമ്മൾ കുറെ ഒരു ഡോക്യുമെന്റ്സ് സാറിന്റെ PhD തീസിസ് ആ മൊബൈലിൽ മാത്രമാണ് ഉണ്ടാക്കേണ്ടത്.
പക്ഷെ സാർ നോക്കുന്ന സമയത്ത് എല്ലാം എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലാണ്. സാർ എന്താ ചെയ്യും? റിട്രൈവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തും. നടത്തും. പക്ഷെ നമുക്ക് ഒരു ക്ലൂവും കിട്ടുന്നില്ല കേട്ടോ. നമുക്ക് റിട്രീവ് ചെയ്യാൻ ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നില്ല. ഇതാണ് ഹാക്കറിന്റെ ജോലിയായിട്ടിരുന്നത്. ഏത് സമയത്താണ് ഈ ഡിജിറ്റൈസേഷനും ഈ കോവിഡ് വന്ന സമയത്ത് അവന് ഒരു വൈറസ് എന്തെങ്കിലും സെൻഡ് ചെയ്തിട്ട് ആ ഫുൾ ഡേറ്റ നമ്മുടെ ഫുൾ ഡേറ്റ ഉണ്ട്, കമ്പനീസിന്റെ ഫുൾ ഡേറ്റ ആണ് എൻക്രിപ്റ്റഡ് ഫോർമാറ്റിൽ ചേഞ്ച് ചെയ്ത് വെക്കും. അപ്പൊ ആ പുള്ളിക്ക് മാത്രമാണ് അറിയാം എങ്ങനെയാ ഇതിനെ ഡീക്രിപ്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ഒറിജിനൽ കണ്ടന്റ് എടുക്കാൻ പറ്റും. അപ്പൊ ഇവൻ എന്താ ചെയ്യുന്നത്? നമുക്ക് ഡീക്രിപ്റ്റഡ് കണ്ടന്റ് വേണമെങ്കിൽ, ഒറിജിനൽ ഡേറ്റ നമുക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഇത്ര പേ ചെയ്താലേ നമുക്ക് ഒറിജിനൽ കണ്ടന്റ് റിട്രീവ് ചെയ്ത് തരാൻ പറ്റും. അങ്ങനത്തെ ഒരു ഡിമാൻഡ് വെച്ച ഒരു അറ്റാക്ക് ആണ് റാൻസംവെയർ അറ്റാക്ക് എന്ന് പറയുന്നത് കേട്ടോ. ദ സെയിം അറ്റാക്ക് ക്യാൻ ഹാപ്പൻ വിത്ത് ദ മെഷീൻസ് ഓൾസോ. ഇപ്പൊ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഒരു റോബോട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു റോബോട്ടാണ്. നമുക്ക് തിടീർന്ന് ഒരു അറ്റാക്ക് വന്നു, ഒരു ഡേറ്റ എന്തെങ്കിലും നമുക്ക് ഇൻപുട്ട് ആയിട്ട് ഡേറ്റ കൊടുത്തു. ആ ഡേറ്റ കൊടുക്കുന്ന സമയത്ത് റോബോട്ട് മരിച്ചു പോകും. എന്താ ചെയ്യാം? ഫുൾ നമുക്ക് പ്രോസസ് സ്റ്റോപ്പ് ആവും അല്ലേ? സോ ഇങ്ങനത്തെ ഉള്ള ഒരു അറ്റാക്സ് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യുന്നതാണ് സൈബർ സെക്യൂരിറ്റി. അപ്പൊ നമുക്ക് അറിയാൻ വേണ്ടിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മെഷീൻസ് വർക്ക് ആവുന്നുണ്ട്, നോർമൽ ബിഹേവിയർ ആണ് വർക്ക് ആവുന്നുണ്ട്. നമ്മൾ ആദ്യം നമ്മള് പെൻഡ്രൈവ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ലാപ്ടോപ്പിലോ നമ്മളെ കമ്പ്യൂട്ടറിലോ നമ്മൾ പെൻഡ്രൈവ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് കുറേ ഫോൾഡേഴ്സ് ഒക്കെ ഫോം ആവും. ഓട്ടോമാറ്റിക് ആയിട്ട് കുറേ ഫോൾഡേഴ്സ് ഫോം ആവും, കുറേ ഫയൽസ് ഒക്കെ ഹിഡൻ ഫയൽസ് ആവും. അങ്ങനത്തെ ഉള്ള ചേഞ്ചസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ? നമ്മൾ ഇപ്പോൾ ഉള്ള പിള്ളേരൊന്നും അതൊന്നും യൂസ് ചെയ്യണില്ലല്ലേ? കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? ഒരു വൈറസ് ആണ് ചെയ്യുന്നത്. വൈറസ് ആണെങ്കിൽ നമ്മള് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സോഫ്റ്റ്വെയർ, ഒരു ചെറിയ ഒരു പ്രോഗ്രാം അതിൽ ഇൻസേർട്ട് ചെയ്താൽ മതി. ആ പ്രോഗ്രാം ഫുൾ മൊത്തമായിട്ട് നമ്മളിന് ഫുൾ ഓപ്പറേഷൻ ഫുള്ള് ചേഞ്ച് ആവും. സോ ഇങ്ങനെ മെഷീൻസെയും നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും ഒരു മെഷീനറി, ഇപ്പൊ നമ്മൾ എല്ലാ മെഷീൻസിലും നമ്മള് അഫ്കോഴ്സ് നമുക്ക് ഡേറ്റ എടുക്കുന്നുണ്ട്. ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ ആ മാനുഫാക്ചറിംഗിൽ മെഷീൻസ് എങ്ങനെയാ വർക്ക്ഔട്ട് ആവുന്നത്, ഇതിന്റെ റീഡിങ്സ് എങ്ങനെയാ എടുക്കാൻ പോണു, ആ റീഡിങ്സിന് ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, ആ സിസ്റ്റത്തിൽ റിപ്പോർട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഉള്ള മൊത്ത ഡേറ്റാവിനും കൊലാപ്സ് ചെയ്യുന്നതാണ് ഒരു അറ്റാക്കറിന്റെ ജോലിയായിട്ടിരിക്കും. ഓക്കെ, സോ ഇതിനൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓഡിറ്റ് ചെയ്യണം, എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് എല്ലാം കൂടെ നമുക്ക് ഓഡിറ്റ് ചെയ്യണം. ഒരു സൈബർ ഒരു സെക്യൂരിറ്റി എക്സ്പേർട്ടിന് ഇതൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഹൗ നമുക്ക് സെക്യൂർ ആയിട്ട് നമ്മൾ മെഷീനറീസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ അനലൈസ് ചെയ്യുന്നതാണ് നമ്മുടെ സൈബർ സെക്യൂരിറ്റി രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഡിഫറെന്റ് സെറ്റ് ഓഫ് അറ്റാക്സ്. നമുക്ക് സൈബർ അറ്റാക്സ് ഇപ്പോൾ കറന്റില് ഇരിക്കുന്ന സൈബർ അറ്റാക്സ് ആണ്. പാസ്വേഡ് അറ്റാക്ക് എല്ലാവർക്കും അറിയാല്ലേ? നമ്മളെ പാസ്വേഡിന് നമുക്കറിയാതെ എടുക്കുന്നതാണ് പാസ്വേഡ് അറ്റാക്ക്. ഓക്കെ, പിന്നെ ആരെങ്കിലും ഫിഷിംഗ് അറ്റാക്കിനൊന്ന് ഇവിടെ ഹേർഡ് ഓഫ് ഫിഷിംഗ് അറ്റാക്ക്? എനിവൺ വുഡ് ഹാവ് ഹേർഡ് ഓഫ് ഫിഷിംഗ് അറ്റാക്ക്? ഓക്കെ, ഇപ്പൊ നമുക്ക് കുറേ ഡീലേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റില് ഇപ്പൊ ഒരു ഡീലർ ആണെങ്കിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ എന്റെ യൂണിറ്റിൽ ഇരുന്ന് ഇപ്പൊ റോ മെറ്റീരിയൽസ് എടുത്താണെങ്കിൽ ഞാൻ 50% റിഡക്ഷനിൽ നിങ്ങൾക്ക് കോസ്റ്റ് കൊടുക്കാം. അങ്ങനത്തെ ഉള്ള ഒരു രീതിയിൽ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. പക്ഷെ നോർമൽ ആയിട്ടുള്ള ഡീലർ ഏറ്റവും ഹൈ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് നമുക്ക് ഒരു ടെൻഡർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്താ? ഓഫർ കിട്ടുന്ന ഒരു ഡീലർ ഇട്ടാണ് നമ്മൾ പോകും. ആ ആള് ഹാക്കർ ആണെങ്കിൽ നമ്മൾ മൊത്ത ഡേറ്റാവും ആ ആള് സ്പോയിൽ ചെയ്യും. ഓക്കെ, സോ അതാണ് ഫിഷിംഗ് അറ്റാക്ക് ആക്ച്വലി. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് ഡിനയൽ ഓഫ് സർവീസ്. ആരെങ്കിലും കേൾവിപ്പെട്ടിട്ടുണ്ടോ ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറഞ്ഞ കാര്യം? എനിവൺ ഈസ് അവെയർ ഓഫ് ഡിനയൽ ഓഫ് സർവീസ്? ഓക്കെ, so this is somehow it is away from your domain if I'm not wrong. Okay, so idana nammale set of attacks that has been happening currently, and of course in any set of manufacturing unit this type of attacks is visible. So we should take care of these type of attacks that has been happening in the industries also. Your data, users and applications are in the cloud,
accessing data from any location or device. Sorry. Your data, users, and applications are in the cloud, accessing data from any location or device. Cyber threats have evolved to target users outside your office perimeter. Digital transformation has made the manufacturing industry particularly vulnerable. Application and phishing threats are increasing exponentially. In order to be competitive, manufacturers need to secure productivity. Lookout enables employees to work anywhere with endpoint to cloud security. Okay. So the next one is industrial IoT, industry 4.0. Okay. So here it is nothing but the combination of all type of currently available technology. We call that as a standard, that is industry 4.0. So this refer to the connection between automation, machine learning, AI, IoT. So everything comes into picture. The collaborative content, we call that as a industry 4.0 standard. And now we have even 5.0 also comes into picture actually. Okay. So the basic advantage of combining all these technologies together will improvise the production, improvise the profit, and the speed of the manufacturing will be improvised. So all those scenarios, the revenues, profit, everything will be improvised with the help of this particular industry 4.0. So with this, I'm concluding. So if you have any queries, you can ask. താങ്ക് യു ടീച്ചർ. എനിക്ക് തോന്നുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ സീനിയർ ആയിട്ടുള്ള അധ്യാപകരുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. എനിക്ക് നമ്മുടെ സെഷൻ 7 to 7:45 ആയിരുന്നു, എക്സ്റ്റെൻഡ് ആയി ഇപ്പോൾ 8:15 വരെ ആയിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്കും ഉള്ള സംശയങ്ങൾ ഈ മേഖലയിൽ, അതായത് ടീച്ചർ IT മേഖലയിലാണ് ടീച്ചർ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നത്. പക്ഷേ ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട് മെക്കാനിക്കൽ റിലേറ്റഡ് ബ്രാഞ്ചിലെ മെക്കാനിക്കൽ ടോപ്പിക്കിൽ റിസർച്ച് ബേസ്ഡ് ആയിട്ട് ഏതൊക്കെ മേഖലയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റുഡൻസ് പ്രോജക്റ്റുകൾ ഏതൊക്കെ മേഖലയിൽ മെക്കാനിക്കൽ റിസർച്ചിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫീൽഡിൽ റീസെൻറ്റ് ട്രെൻഡിൽ ഏതൊക്കെയാണ് ഉള്ളതെന്നുള്ളതാണ് ടീച്ചർ നമുക്ക് മനസ്സിലാക്കി തന്നത്. അപ്പോൾ നമ്മുടെ അധ്യാപകർക്ക് അതുപോലെ തന്നെ സ്റ്റുഡൻസിനും ഒക്കെ ഉള്ള സംശയങ്ങൾ ചോദിക്കാം. താങ്ക് യു അഭിരാമി മാഡം. എക്സലന്റ് സെഷൻ. എക്സലന്റ് എന്ന് പറഞ്ഞാൽ പോരാ, അത്രയും നല്ല ഒരു സെഷനായിരുന്നു. അതായത് ആക്ച്വൽ ഞാൻ പറയാനുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്യുവർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ഇന്ന് ഇൻഡസ്ട്രിയിൽ ഇറ്റ് ഈസ് ഔട്ട്ഡേറ്റഡ്. അതിൽ ശരിക്ക് ഇപ്പം മാഡം പറഞ്ഞ മാതിരി ഇൻഡസ്ട്രി 4.0 എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നാനോ ടെക്നോളജി, 3D പ്രിന്റിംഗ് ആൻഡ് പിന്നെ ഓട്ടോകാഡ് സോഫ്റ്റ്വെയറുകളും എല്ലാം അപ്ലൈ ചെയ്തിട്ടുള്ള പ്രൊഡക്ഷനാണ് ഇപ്പോൾ ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മൾ വളരെ ഫാസ്റ്റ്, ടെക്നോളജി വളരെ ഫാസ്റ്റ് ഗ്രോവിങ് ആണ്. മെക്കാനിക്കലിൽ പ്രത്യേകിച്ചും ഈ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷൻസും ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സത്യത്തിൽ കുട്ടികൾക്ക് എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് അറിയില്ല. ഇൻഡസ്ട്രി വളരെ ഫാസ്റ്റായിട്ട് ഈ പറയുന്ന എല്ലാ ആപ്ലിക്കേഷൻസും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെച്ചാലും റോബോട്ടിക്സ് ആണെച്ചാലും, എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് സെക്ഷനിൽ എല്ലാം ഇത് വളരെ, പെയിന്റിംഗ് ആണെച്ചാലും വെൽഡിംഗ് ആണെച്ചാലും അസംബ്ലി യൂണിറ്റിലൊക്കെ ആണെച്ചാലും റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ IoT അതേമാതിരി ഡിസൈൻ സെക്ടറിൽ നന്നായിട്ട് ഉപയോഗിക്കും. ഞാൻ പ്രൊഡക്ഷൻ ആ ഫീൽഡിൽ നിന്ന് വന്നവർ സംസാരിക്കുന്നുണ്ട്. എക്സലന്റ് സെഷൻ ആയിരുന്നു. അത് കൂടാതെ വളരെ
വളരെ പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സർ ഫോർ യുവർ വണ്ടർഫുൾ ഫീഡ്ബാക്ക്. സോ ഇപ്പം എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട് പിള്ളേർക്ക് എത്ര മനസ്സിലായിന്ന്. പക്ഷേ എന്നിട്ടും ഇങ്ങനത്തെ ഉള്ള ഒരു കറണ്ട് ടെക്നോളജി ആണ് യൂസ് ചെയ്യണത്. സോ ഈ കറണ്ട് ടെക്നോളജി എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് പിള്ളേർ പ്രോജക്ട് ചെയ്യാൻ പറ്റും. മാം, എൻ്റെ പേര് സനിൽകുമാർ. ഓക്കെ സർ. മാം, ഇത് ഞാൻ ഞങ്ങളുടെ കോളേജിലെ കുട്ടികൾ 3D പ്രിന്ററിന്റെ പല വെർഷൻസും ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വന്തമായിട്ട് തന്നെ അവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആൾറെഡി വി ആർ ഡെവലപ്പിംഗ്. അതിനകത്ത് ഈ 4th എന്ന് പറഞ്ഞ 3D കഴിഞ്ഞ് 4th സ്റ്റേജിലേക്ക് വരുമ്പോൾ അതിന് എന്തൊക്കെയാണ് അതിലേക്ക് കമ്പോണൻസ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ആ ടെക്നോളജി എങ്ങനെയാണ് അത് മാറുന്നതെന്നുള്ളത്. ഓക്കെ, സോ ആക്ച്വലി എനിക്ക് അത്ര ഒരു സ്ട്രോങ് ആയിട്ട് അറിയില്ല സർ. 4D പ്രിന്റർ എങ്ങനെയാ വർക്ക് ചെയ്യണതൊക്കെ അറിയില്ല. പക്ഷേ ഞാൻ കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ കണ്ടു. അപ്പോള് ആ ഡോക്യുമെന്റ്സിൽ ഇരുന്ന കണ്ടന്റ്സ് എന്തെങ്കിലും നമ്മളിപ്പോ 3D ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒരു 3 ഡയമെൻഷൻസ് ആണ് എടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇന്നൊരു ഡയമെൻഷൻസും നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ടാണ് ആ പ്രോപ്പർട്ടി ആ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മള് ഒരു വേരിയേഷൻസ് അനുസരിച്ചിട്ട് ആ പ്രോഡക്റ്റ് ഒക്കെ ചേഞ്ച് ആവും. അതിന്റെ മോളിക്കുലർ പ്രോപ്പർട്ടി ഒക്കെ ചേഞ്ച് ആവുന്നാണ് 4D പ്രിന്ററിൽ തന്നിട്ടുണ്ട്. വലിയ സൈസ് കൂടിയ കമ്പോണന്റ് ആവുമ്പോൾ ചെറിയ ഡീവിയേഷൻസ് ഒക്കെ സംഭവിക്കാനാണ്. അത് കറക്റ്റ് ചെയ്യുന്നതാണോ അതിന്റെ 4Dയുടെ ഒരു? അതിനെ അങ്ങനെ കറക്റ്റ് ചെയ്യാനും പറ്റും. അതിന്റെ പ്രോപ്പർട്ടി ഒക്കെ ഇപ്പൊ സപ്പോസ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു റോബോട്ടിന്റെ ഹാൻഡ് ഒക്കെ മൂവ്മെന്റ് ആവണല്ലേ, ഇറ്റ് ഈസ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്, കറക്റ്റ്. സോ നമ്മള് ഒരു പ്രോപ്പർട്ടി ഇപ്പൊ നമുക്ക് ഒരു ഹീറ്റ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് അത് ഓപ്പൺ ചെയ്യണം. അതിന് നമ്മൾക്ക് ഹീറ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് ക്ലോസ് ചെയ്യണം. ഇങ്ങനത്തെ ഉള്ള ഒരു വൺ മോർ പ്രോപ്പർട്ടി നമ്മൾ ആഡ് ചെയ്യുന്നതാണ് 4D പ്രിന്ററിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ട്. ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ ആ പർട്ടിക്കുലർ നമ്മൾ പ്രിന്റ് ചെയ്ത മെറ്റീരിയൽ ആ ഒരു ബിഹേവിയറിലേക്ക് ബിഹേവിയർ അങ്ങനെ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ, നൈസ് ഇൻഫർമേഷൻ. മാമിന്റെ മൊത്തം സെക്ഷൻസ് നേരത്തെ സാറ് പറഞ്ഞ പോലെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, കണ്ടന്റ് ഓറിയന്റഡ് ആയിരുന്നു. എന്നാൽ വളരെ വാസ്റ്റായിട്ട് പോവാതെ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് തന്നെ നിന്ന് വളരെ കൂടുതൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് പറ്റി. ആക്ച്വലി എന്റെ ഡൊമൈൻ ഇതില്ല കേട്ടോ. ഞാൻ സൈബർ സെക്യൂരിറ്റിയിൽ എന്തെങ്കിലും സെഷൻസ് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു അവയർനെസ് സെഷൻ ആണെങ്കിലും നമുക്ക് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റും, അത് കുഴപ്പമില്ല. അതാണ് ശരിക്കും എന്റെ ഡൊമൈന്. പക്ഷേ ഓക്കെ സർ ആദ്യമേ ചോദിച്ചായിരുന്നതാണ്. സോ ഓക്കെ, വാട്ട് എവർ ഇൻപുട്ട് ഐ ക്യാൻ പ്രൊവൈഡ്, ഐ ഗസ് ഐ ഹാവ് ഗിവൻ ദാറ്റ്. So hopefully it is useful for even the students and the faculty members, if I'm not wrong. So പിള്ളേര് ഒരു ഫീഡ്ബാക്കും തരില്ല. ഫാക്കൽറ്റീസ് ഒക്കെ പറഞ്ഞു. ഇനി പിള്ളേരിന് എന്തെങ്കിലും ഫീഡ്ബാക്ക് കിട്ടിയാൽ I'll feel more happy. മാം ക്ലാസ് വളരെ നന്നായിരുന്നു. താങ്ക് യു നവീൻ. ഇനി നമ്മുടെ സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള സംശയങ്ങൾ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു സെഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായെന്ന് തോന്നുന്നു. നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഇനി ഉണ്ടെന്ന് തോന്നുന്നു. ഇലക്ട്രോണിക്സിലെ HOD IPTയിലുള്ള സാറുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ സജിത്ത് സാറുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. 1-2 പേരുണ്ട്. സാറേ നമുക്ക് ശുഭ ടീച്ചർ ഉണ്ടെന്ന് തോന്നുന്നു. ടീച്ചറെ നമുക്കേ ഹലോ. യെസ് സർ. നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്താലോ? സജിത്ത് സാർ ഉണ്ടോ? സജിത്ത് സാർ? യെസ് സർ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓ സാർ. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട അഭിരാമി ടീച്ചറിൻ്റെ ഡൊമൈൻ ഇൻഫർമേഷൻ ടെക്നോളജിയിലാണ് ടീച്ചറിൻ്റെ ഡൊമൈൻ. 18 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ളതാണ് ടീച്ചർ.
ഈ മേഖലയിൽ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിലാണ് ടീച്ചർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. എങ്കിലും നമ്മുടെ റിസർച്ച് പ്രൊജക്ട്സ് ആൻഡ് കറണ്ട് ട്രെൻഡ് എന്നുള്ളൊരു ടോപ്പിക്കിൽ നമ്മുടെ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ തന്നെ ഫോക്കസ് ചെയ്ത് ടീച്ചർ നമുക്ക് നല്ലൊരു സെഷൻ ഇവിടെ നൽകുകയുണ്ടായി. അപ്പോൾ നമ്മുടെ അഭിരാമി ടീച്ചറിന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ചേലക്കരയുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡൻറ്റ് എംപവർമെൻറ്റ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ 14ാമത്തെ സെഷനായിരുന്നു ഇന്നത്തെ സെഷൻ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കുട്ടികൾക്ക് കുറേയധികം ഇൻട്രാക്റ്റീവ് സെഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെല്ലാം ഇൻട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയിലെല്ലാം. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും കുറേയധികം കാര്യങ്ങൾ, ഇപ്പോൾ IoT ആയാലും അതുപോലെ തന്നെ AI ആയാലും അവസാനമായി ടീച്ചർ പറഞ്ഞ സൈബർ സെക്യൂരിറ്റിയുടെ കാര്യം ആയാലും അതെങ്ങനെ നമ്മുടെ മെക്കാനിക്കൽ ഫീൽഡിലൊക്കെ ഏതൊക്കെ രീതിയിൽ അത് അഫക്റ്റ് ചെയ്യാറുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സൈബർ സെക്യൂരിറ്റി മേഖലയിലൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ എങ്ങനെ അത് ഫോക്കസ് എത്തരത്തിലൊക്കെ നമ്മൾ ആ പ്രോജക്റ്റൊക്കെ ചെയ്യുമ്പോൾ, അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ കുട്ടികൾ ഏതൊക്കെ രീതിയിൽ അത് ഫോക്കസ് ചെയ്യണം, ഈവൻ ദോ നമ്മുടെ ഫോൺ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ ഹാക്ക് ചെയ്യപ്പെടാം എന്നുള്ള രീതിയിലൊക്കെ ടീച്ചർ നമുക്ക് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യേണ്ടായി. അതുകൊണ്ട് തന്നെ നല്ല എഫക്റ്റീവ് സെഷനായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി വളരെ കുറച്ച് കുട്ടികളെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. കാര്യം നമ്മുടെ ഇന്നും ഇന്നലെയും ആയിട്ട് നമ്മുടെ കോളേജിൻ്റെ സ്പോർട്സ് മീറ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ 5:30 മണിയായി കഴിഞ്ഞു. കുട്ടികളൊക്കെ വീട്ടിലെത്തിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടായിരിക്കുള്ളൂ. എനിവേ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ കോളേജിൻ്റെ പേരിലും സ്റ്റുഡൻറ്റ് എംപവർമെൻറ്റ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ പേരിലും നമ്മുടെ അഭിരാമി ടീച്ചറിന് നന്ദി അറിയിക്കുകയാണ്. Thank you so much, sir. Thank you everyone for giving me this opportunity and all the faculty members. Really, thank you so much. ടീച്ചർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വോളണ്ടറി ആയിട്ട് നമ്മുടെ കോളേജിൻ്റെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി ഈ ഒരു ടോപ്പിക് എടുത്തതിൽ അതിയായ നന്ദി അറിയിക്കുകയാണ്. സൈതു സാർ നമ്മുടെ Sure. Ma'am, first of all, big sorry. കാരണം ആക്ച്വലി ഞങ്ങളുടെ ഡൊമൈൻ ഡൗൺ ആയിരിക്കുകയാണ് 2-3 ദിവസമായിട്ട്. അപ്പോൾ ആക്ച്വലി വി സ്റ്റാർട്ടഡ് ദ സ്റ്റുഡൻറ് എംപവർമെന്റ് ആൻഡ് ട്രെയിനിങ് ബേസ്ഡ് ഫോർ അവർ സ്റ്റുഡൻസ്. Then depending on the requirement projected by the faculty from other institutions, we started the registration to them. We extended the registration to them. Actually close to 100 registrations are there. But നമ്മുടെ ഡൊമൈൻ ഡൗൺ ആയി. ഞങ്ങളുടെ ഇൻവിറ്റേഷൻ ലിങ്ക് അവരിൽ എത്തിയിട്ടില്ല എന്നുള്ളത് ആക്ച്വലി ഇൻ ബിറ്റ്വീൻ സെഷനിലാണ് മനസ്സിലായത്. എന്തായാലും ഞങ്ങൾ യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ മേ ബി നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്റ്റുഡന്റ് എംപവർമെന്റ് മാത്രമല്ല, ഫാക്കൽറ്റി ഇന്റർലിങ്കിങ്ങും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ മാഡത്തിന്റെ ഒരു സെഷൻ കേൾക്കുമ്പോൾ ഞങ്ങൾ ട്രഡീഷണലി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡൊമൈനിൽ മാത്രം കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ബട്ട് ഞങ്ങൾക്ക് തന്നെ കുറെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറെ തോട്ട്സ്, സ്പാർക്കുകൾ വരുന്നുണ്ട്. അതേപോലെ ബാക്കി നമുക്ക് ഇക്വലന്റായി തിങ്ക് ചെയ്യിക്കുന്ന നമ്മുടെ സിസ്റ്റത്തിനെ നല്ല ഇന്നോവേറ്റീവായ രീതിയിൽ സ്റ്റുഡന്റ് ഓറിയന്റഡ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഫാക്കൽറ്റീസ് നമ്മുടെ ഈ സെഷനിൽ ഡയറക്ട്ലി, അതേപോലെ യൂട്യൂബിന്റെ ഒരു അപ്ലോഡിങ് അത് കഴിഞ്ഞിട്ടും അറ്റൻഡ് ചെയ്ത് നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. സോ വി ആർ മേക്കിംഗ് ആൻ ഇന്റർ കണക്ഷൻ ആൻഡ് ദാറ്റ് interconnection also include the interconnection of students as well as the faculty. അപ്പോൾ ഇന്നത്തെ സെഷൻ വളരെ സ്പെഷ്യൽ ആയിരുന്നു. നമ്മുടെ ഡൊമൈനിന് അപ്പുറമായിട്ട് ഒരു അമാൽഗമേഷൻ ഡൊമൈനിന്റെ ഒരുപാട് ഇൻപുട്ട് കിട്ടി. അതില് വളരെ വളരെ സന്തോഷം. സാർ ഇത് ഈ ടോപ്പിക്കും മാഡത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഹൈലി എക്സൈറ്റഡ് ആയിരുന്നു. ഡെഫിനറ്റ്ലി വി വിൽ അപ്ലോഡ് ദിസ് സെഷൻ ആസ് സൂൺ ആസ് പോസിബിൾ within 2 days, and we will share the link to all people who are interested in and all those students who had registered for it. അപ്പോൾ വളരെ വളരെ നന്ദി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തതിന്, ഞങ്ങളുടെ സ്റ്റുഡൻസിന്. Yeah, thank you so much, sir. It's a very good initiative. Actually, you all are doing it actually for the students. Even after the college hours, you people are working together for the betterment of the students and the faculty members. It's really, really I'm contributing to this means like I'm so lucky to be a part of this actually. Thank you so much for giving me this opportunity.
Definitely, madam. Actually, we are in lucky, in fact, because madam is out of our network. Actually, you are working in Tamil Nadu in a different domain, but still, madam gave us so much inputs, and നമ്മുടെ ഒരുപാട് സീനിയറായ ഫാക്കൽറ്റി കൺസിസ്റ്റന്റ്ലി നമ്മളെ ഇങ്ങനത്തെ കാര്യത്തിൽ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സീനിയർ ഫാക്കൽറ്റീസ് ഇതിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവര് നല്ല ഇൻപുട്ട് തരുന്നുണ്ട്. അവർക്കും പിന്നെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്ത് വന്ന എല്ലാ സ്റ്റുഡൻസിനും നന്ദി പറയുന്നു. രജിസ്ട്രേഷൻ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തതിൽ സോറി. കുറെ കുട്ടികൾക്ക് ആ ലിങ്ക് ഇനിയിപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ലിങ്ക് ആക്കിയിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് തരണം. ഇനിയും ഈ സെമസ്റ്ററിൽ നമ്മൾ 2 സെഷനും കൂടിയാണ് വെബിനാറായിട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. ദെൻ ഇറ്റ് വിൽ ബി മെയിൻലി ഡിപ്പെൻഡിങ് ഓൺ ദ വർക്ക്ഷോപ്പ് ബേസ്ഡ് ഓൺ എംപ്ലോയബിലിറ്റി ആസ് വെൽ ആസ് ദ സ്കിൽ എൻഹാൻസ്മെന്റ്. അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങൾക്ക് ഈ ഫീഡ്ബാക്ക് തരാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ചാണ് നമ്മൾ ഓരോ സെഷൻസും പ്ലാൻ ചെയ്യുന്നത്. ഓൾസോ എ ബിഗ് റൗണ്ട് ഓഫ് താങ്ക്സ് ടു മൈ കൊളീഗ് ഡോക്ടർ ഷൈൻ CS. കുട്ടികളുടെ ഓരോ വീക്ക്ലി ഫീഡ്ബാക്കും വെച്ചാണ് അദ്ദേഹം നെക്സ്റ്റ് വീക്കിലേക്കുള്ള സെഷൻസ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ബ്യൂട്ടിഫുള്ളി സാറ് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. സാറിനും നന്ദി പറയുന്നു, എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു. ടീച്ചർ, അഭിരാമി ടീച്ചർ. യെസ് സർ, പറയൂ സർ. ടീച്ചറെ, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? 8:30 മണി. വൈൻഡപ്പ് ചെയ്യാം സർ, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. സാർക്ക് എന്തെങ്കിലും സപ്പോർട്ട് ഇനി ഫ്യൂച്ചറിൽ വേണമെങ്കിലും ചോദിക്കാം. ആരെങ്കിലും റിസോഴ്സ് പേഴ്സൺ വേണമെങ്കിലും ഞാൻ എൻ്റെ കോളേജിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഗൈഡൻസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിന് എങ്ങനെയാണ് നമ്മൾക്ക് ഇംപ്രൂവൈസ് ചെയ്യാനൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ കുറെ റിസോഴ്സ് പേഴ്സൺ ഒക്കെ കൊടുക്കാൻ പറ്റും. എൻ്റെ കോളേജിലും ഞാൻ ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാം സാർ. ഓക്കെ ഓക്കെ, താങ്ക് യു ടീച്ചർ, താങ്ക് യു. ഓക്കെ ഓക്കെ സർ. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ എൻറ്റയർ പാനൽ ഫോർ യുവർ ഫ്യൂച്ചർ ഇൻ വെബിനാർസ്. താങ്ക് യു ടീച്ചർ. നമ്മുടെ സ്റ്റുഡൻസും ഫാക്കൽറ്റി മെമ്പേഴ്സും ആ ഫീഡ്ബാക്ക് ഫോം ഒന്ന് ഫില്ല് ചെയ്യേണ്ടതാണ്. ഉള്ളവർ ഒന്ന് ഫില്ല് ചെയ്യുക. സർ ഞാൻ ലീവ് ചെയ്യട്ടെ. ഓക്കെ ടീച്ചർ, താങ്ക് യു ടീച്ചർ, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. യാ, ബൈ. സനൽ സാർ ഉണ്ടോ? സാറേ. സാറേ, ഞാൻ വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്യണ കട്ട് ചെയ്തോട്ടെ, സ്റ്റോപ്പ് ചെയ്തോട്ടെ. ഓക്കെ.